കുട്ടികൾക്ക് അവരെല്ലാം ഭയന്നിരിക്കുകയാണ്, അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് പേടിയുണ്ട് എന്ന രീതിയിലൊക്കെയാണ് സ്കൂളിന്റെ പ്രതികരണം. അപ്പോൾ ഒരു കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. കുട്ടികൾക്ക് ഒരാഴ്ച മുമ്പ് റിഹേഴ്സൽ നടത്തി. കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ചരിത്രമൊന്നും അറിയണമെന്നില്ലല്ലോ. ഇത് ആരുടെ പാട്ടാണെന്നൊന്നും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് കുട്ടികൾ നിരപരാധിയാണല്ലോ. ഇതേപോലെ എല്ലാ സ്കൂളുകളിലും പിന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമാണല്ലോ, റിഹേഴ്സലാണല്ലോ ഇപ്പം നടന്നിരിക്കുന്നത്. ഈ ഭാരതാംബയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ ഗണഗീതവുമായി. അതിലും ഭാരതാംബ അതിന്റെ വരികളിൽ ഭാരതാംബ എന്നെല്ലാം പറയുന്നുണ്ട്. തുടർച്ചയായി ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്ന അവരുടെ ഒരു എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ? RSSന്റെയും BJPയുടെയും ഒരു തീവ്രമായിട്ടുള്ള ഹിന്ദു അജണ്ടയുണ്ട്. അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിദ്യാലയങ്ങളെ കൂടെ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഈ ഗണഗീതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തീവ്ര അജണ്ട ഉള്ളതായിട്ട് അങ്ങേക്ക് തോന്നിയിരുന്നു? ഈ ഗണഗീതത്തിന്റെ വരികൾ നോക്കേണ്ട കാര്യമില്ല. RSSന്റെ പിന്നെ ഏത് പരിപാടിക്കും RSSന്റെ ഗാനമാണെന്ന് പരക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. RSSന്റെ ഏത് പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും ഈ പാട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ബലികുടീരങ്ങൾ എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് രക്തസാക്ഷി മണ്ഡപം നമ്മൾ പാളയത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ രാഷ്ട്രപതി നമ്മുടെ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി വന്ന് ഉദ്ഘാടനം ചെയ്ത അവസരത്തിലാണല്ലോ ഈ പാട്ട് നാടെ പാടുന്നത്. ആ പാട്ടിനെല്ലാം അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള എത്രയോ പിന്നെ ഗാനങ്ങൾ രാജ്യത്തുണ്ട്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് എല്ലാ സംഘടനകൾക്കും അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന എത്രയോ പാട്ടുണ്ട്. അതൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇപ്പം ഒരു ഇന്റർനാഷണൽ പിന്നെ ഗാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉപയോഗിക്കുന്നതിന്, വീക്ഷാലോ ഓർക്കം. അതൊന്ന് പാടിയ കുഴപ്പമെന്തായിരുന്നു? കുറച്ചുകൂടെ ഒരു എനർജറ്റിക് അല്ലേ ഞങ്ങൾ വീണ്ടും. ഭാരതാംബയുടെ പിന്നെ കുഴപ്പമെന്താണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണല്ലോ. RSSന്റെ പിന്നെ ഗാനമൊന്നും, അല്ലെങ്കിൽ ഇത് RSSന്റെ ഗാനമല്ലെന്ന് പറയണം. RSSന്റെ അധികാരികൾ അതിന്റെ ഫലമായി ഇത് RSSന്റെ ഗാനമല്ല എന്ന് പറയണം. പിന്നെ വീണ്ടും ഇന്ന് BJPയുടെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് എല്ലാ പരിപാടികളിലും എല്ലാ BJP RSS പരിപാടികളിലും ഞങ്ങൾ ഇതായിരിക്കും പാടാൻ പോകുമെന്ന് പറയുന്നു. അങ്ങനെ പാടുന്ന പാട്ട് സംസ്ഥാനത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പിന്നെ ഔദ്യോഗിക പരിപാടികളിൽ വേണോ, സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കണോ, ഇഷ്ടമില്ലാത്ത കുട്ടികളെ മേലിൽ ഇത് അടിച്ചേൽപ്പിക്കണമോ എന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം. ഈ സ്കൂളിന്റെ ഭാഗത്ത് ഒരാഴ്ച റിഹേഴ്സൽ നടത്തിയെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ റിഹേഴ്സൽ നടത്തിയെന്ന് ഞാൻ അനുമാനിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ലൈസൻസ് NOC റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോകുമോ? അല്ല, അതൊരു അന്വേഷണത്തിൽ നിന്ന് വരേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ. ഞാൻ പറയാം, അതിന് വരെയുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുകയാണ്. കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതെന്നാണ്. അല്ല, അദ്ദേഹം ഇതെല്ലാം നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നുണ്ട്. 3 മണിക്ക് കാണുന്നു. ഞാൻ അല്ല, അത് PMCയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടല്ല കാണുന്നത്. രേഖാമൂലം എഴുതി കൊടുക്കുന്നു. എഴുതി പിന്നെ കൊടുക്കുന്നുണ്ട്. ഇത് അതല്ല, മരവിപ്പൊന്നുമില്ല. ഞാൻ എഴുതി കൊടുക്കുന്നത് ഈ RSSന്റെ ഗീതം ആലപിച്ചത് ഒട്ടും ശരിയായിട്ടില്ലെന്നും അത് അങ്ങ് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കൊടുക്കുകയും അദ്ദേഹത്തിന് നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യും.